വിരലുകൾ തട്ടുന്നിടത്തൊക്കെ മുള്ളുകൾ. അവ കൊണ്ടയിടത്തൊക്കെ നീറ്റുന്നു. വീണ്ടും അടുത്തെവിടെയോ അനക്കം. ചിക്കിയെടുത്ത പൂക്കുലയുമായി ഓടി. ആ ഓട്ടത്തിൽ ഏതോ ഒരജ്ഞാത ശക്തി പിടിച്ചു നിർത്തിയതുപോലെ ഗിരിജ നിന്നു. തൊട്ടു മുമ്പിൽ മതിലില്ലാത്ത കിണർ. ഒരടി കൂടി വച്ചിരുന്നെങ്കിൽ. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഏത്തക്കയറിൻ്റെ വേദന അന്നറിഞ്ഞില്ല. കാലുകളുടെ വിറയൽ കൂടിക്കൂടി വന്നപ്പോൾ തളർച്ച തോന്നി. പുലർന്ന ശേഷം അവൾ ആ പൂക്കുല കണ്ടു. 6 പൂക്കളുള്ള ഒരു മഞ്ഞ റോസാക്കുല. ഉഷയുടെ മുഖമപ്പോൾ ഉഷസ്സുപോലെ സുന്ദരമായിരുന്നു. അവൾ ആ പൂക്കളെ 100 വട്ടം ഉമ്മ വച്ചു. പക്ഷേ ഇല്ലപ്പറമ്പിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചുണ്ടിൽ നിറയെ പേസ്റ്റിൻ്റെ പതയുമായി മീതെ പറമ്പിൻ്റെ ഗേറ്റിൽ അപരിചിതനായ ആ ചെറുപ്പക്കാരൻ. കുളിച്ചു വിടർത്തിയിട്ട ചുരുണ്ട മുടിയിലെ പൂക്കൾ കണ്ട് അയാൾ എന്തോ പറഞ്ഞു. ഉഷ വിളറി. ഭയത്തോടെ അവൾ ഓടിപ്പോയി. പിന്നീടെന്നും അയാൾ പൂക്കുലകൾ ഇറുത്തെടുത്ത് കാത്തുനിന്നു. ഗിരിജ കൈനീട്ടി വാങ്ങുമ്പോൾ അയാൾ ഉഷയുടെ ചുരുണ്ട മുടിയിൽ കണ്ണുനട്ട് നിൽക്കും. ഇന്ന് മാത്രം എന്തേ ഗിരിജ പൂ വാങ്ങിയില്ല? വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അതേ പൂക്കുല നീട്ടി അയാൾ കെഞ്ചി. പ്ലീസ് ടേക്ക് ഇറ്റ്. അവൾ അയാളുടെ കണ്ണുകളിൽ നോക്കി. അവൾക്കപ്പോൾ തോന്നി, പാവം. പൂ വാങ്ങി അവൾ മണപ്പിച്ചു നോക്കി. ആ പൂക്കളുമായി അവൾ ഉഷയുടെ അടുത്തു ചെന്നു. കണ്ണടച്ചു കിടക്കുകയായിരുന്നു ഉഷ. നെറ്റിയിൽ മുലപ്പാലിൽ മുക്കിയെടുത്ത ശീല. ഗിരിജ പുസ്തകത്തോടെ തൊട്ടടുത്തിരുന്നു. ഉഷയുടെ ശരീരത്തിൻ്റെ ചൂടേറ്റ് അവൾക്ക് പൊള്ളി. പൂക്കുല മണപ്പിച്ചപ്പോൾ ഉഷ മെല്ലെ കണ്ണു തുറന്നു. അവളത് വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു. വീണ്ടും കണ്ണടച്ചു കിടന്നു. രാത്രി അബോധാവസ്ഥയിൽ അവൾ പിറുപിറുത്തു. ഞെട്ടി നിലവിളിച്ചു. അമ്മേ, ചോര! അയ്യോ, ചോര! പുടവത്തുമ്പ് കടിച്ചു പിടിച്ച് അമ്മ കരഞ്ഞു. ഇല്ലപ്പറമ്പ് കയറിയാൽ അയിത്തമാവുമെന്ന് വിശ്വസിച്ചിരുന്ന മുത്തച്ഛൻ ഇല്ലപ്പറമ്പ് കയറി. ഉറുക്കും തകിടും മന്ത്രിച്ചു കെട്ടി. മന്ത്രം ജപിച്ചു വെള്ളം വായിലൊഴിച്ചു കൊടുത്തു. 3-ാം ദിവസമാണ് അയാൾ വന്നത്. ഇല്ലപ്പറമ്പ് കയറി അയാൾ കിതച്ചിരുന്നു. അയാളുടെ മുഖം പരിഭ്രമം കൊണ്ട് തുടുത്തിരുന്നു.